SP വരലും SP ആ 3 വണ്ടി അവിടേക്ക് കൊണ്ടുവന്ന് ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് ആ വണ്ടി കയറ്റാൻ ശ്രമിച്ചതാണ് പ്രകോപനത്തിന് കാരണം. പോലീസാണ് അവിടെ അക്രമത്തിന് തുടക്കം കുറിച്ചത്. SP വരലും SP വന്നുകൊണ്ടാണ് ആ വണ്ടി കയറ്റാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഒരു വൃദ്ധ കുഴഞ്ഞു വീഴുകയും ദേഹാസ്വസ്ഥമുണ്ടായി. അവരെ എഴുന്നേൽപ്പിച്ച് താങ്ങി നിർത്തി പെട്ടെന്ന് ആംബുലൻസ് വന്ന് ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോഴാണ്. നിങ്ങൾക്കെല്ലാം ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. SP ആ വൃദ്ധയെ തട്ടി മാറ്റിക്കൊണ്ട് ആ ആംബുലൻസിനടുത്തേക്ക് ആ സ്ട്രെച്ചറിനടുത്തേക്ക് പോവുകയും ആ സ്ട്രെച്ചർ തട്ടിയാണ് SPക്ക് പരിക്കേറ്റത്. അല്ലാതെ അവിടെ നിന്ന് സമരസമിതിയുടെ ആളുകൾ എറിഞ്ഞ് പരിക്കേറ്റതല്ല. ഫാക്ടറി കത്തിച്ചത് ഒരിക്കൽ പോലും സമരസമിതിയുടെ ആളുകളല്ല. സമരസമിതിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. സമാധാനപരമായിട്ടാണ് ഈ 6 വർഷക്കാലവും സമരം ചെയ്തു പോന്നിട്ടുള്ളത്. ഫാക്ടറി കത്തിക്കാൻ എളുപ്പമായിരുന്നു. അതിതുവരെ സമരസമിതി ചെയ്തിട്ടില്ല. ഈ ഫ്രഷ് കട്ട് എന്ന കമ്പനി പൊളിച്ചത് അല്ലെങ്കിൽ തീ കത്തിച്ചത് സമരസമിതിയുടെ ആളുകളല്ല, അത് അവരുടെ ഗുണ്ടകൾ തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നു. അവർ പോറ്റി വളർത്തുന്ന ഗുണ്ടകളാണ്. പോലീസിനെ സമരക്കാർ ആക്രമിച്ചിട്ടില്ല. അവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഗ്രാനേഡ് എറിഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാം SP നേരെ വന്ന് ഗ്രാനേഡ് എറിയുന്നത് കുട്ടികളുടെയും സ്ത്രീകളുടെ ഇടയിലേക്ക് ചിതറി ഓടിയപ്പോൾ അവരെ സ്വയരക്ഷാർത്ഥം ചിലപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടാവാം. ഈ സമരസമിതിയിൽ പല കോണുകളിൽ നിന്നും ഇപ്പോൾ വന്നത് SDP ആണ് സമരസമിതിയുടെ നേതൃത്വം എന്നാണ്. എല്ലാ പാർട്ടിക്കാരുമുണ്ട് ഇതിൽ. CPM ഉണ്ട്, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, രാഷ്ട്രീയമില്ലാത്തവരുണ്ട്, എല്ലാവരുമുണ്ട്. SDP-ക്കാരാണെന്ന് ഒരു സംശയവും ഞങ്ങൾക്കാർക്കുമില്ല. സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയെന്ന് CPM ആരോപിക്കുന്നത് ഇവരോട് ശത്രുതയുള്ള പല ആളുകളുമുണ്ട്. മഞ്ചേരിയിൽ നിന്ന് പോലും ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവരോട് ശത്രുതയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവർ കോഴിക്കടയിൽ നിന്ന് മറ്റുള്ള ജില്ലകളിൽ മാലിന്യം എടുക്കുമ്പോൾ ഇവർ തടയുന്നവരാണ്. അതുകൊണ്ട് നുഴഞ്ഞു കയറിയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഇവർ ശത്രുത വെച്ച് പുലർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരാരെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. സംഭവത്തിന് ശേഷം നേതാക്കളൊക്കെ മാറി നിന്നത് അത് പോലീസ് നരനായാട്ടായിരുന്നു. പിന്നെ ഇപ്പോഴും ഇന്നലെ രാത്രി പാതിരക്ക് പോലും 2 മണിക്കും 3 മണിക്കും ആണുങ്ങളില്ലാത്ത വീടുകളിൽ പോലീസ് വന്ന് അടിച്ചും അതുപോലെ തന്നെ ബുദ്ധിമുട്ടാക്കിയിട്ടും സമരം കഴിഞ്ഞ് 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും എൻ്റെ വീട്ടിലൊക്കെ 10-20 വണ്ടി പോലീസ് വന്നിട്ടുണ്ട്. പിന്നെ സമരസമിതിയുടെ നേതാക്കൾക്ക് അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. അത്രത്തോളം പോലീസിൻ്റെ വേട്ടയാടലായിരുന്നു.